മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് ബി ജെ കെ. മക്കളെ, നമ്മൾ 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? സൗണ്ട് വേവ്. ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു പാർട്ട്, ഈ ചാപ്റ്റർ നമ്മൾ തൂക്കി എന്ന ആദ്യത്തെ പാർട്ട് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ കുട്ടികൾ ക്ലാസ് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം അതിനകത്തൊരു ഹോംവർക്ക് തന്നിരുന്നു. ആ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ശബ്ദതരംഗങ്ങൾ, സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ ടോട്ടൽ 4 പാർട്ടിലൂടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയകളും പഠിക്കും. അതൊരു സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാർട്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണണം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ പഠിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുത്തു. യെസ്, ഓക്കെ. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു QR കോഡൊക്കെ ഉണ്ട്. ഈ QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ അസ്ത്രയുടെ എന്ത് ചെയ്യാണ്, നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തോളൂ. കാരണം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യുക. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഈ ചോദ്യം ഇങ്ങനെ തന്നെ കട്ട് കോപ്പി പേസ്റ്റോടെ വെക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലെ നമ്മുടെ ആദ്യത്തെ എക്സാം, അതായത് ഓണപരീക്ഷ ഫസ്റ്റ് ടൈം എക്സാം, ആ ഫസ്റ്റ് ടൈം എക്സാമിൽ ചോദിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഞാൻ പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തുന്നതിന് മുന്നേ ഈ ഒരു ചിത്രം കാണുമ്പോൾ പല കുട്ടികൾക്കും ഇത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണോ, ഇത് റെസനൻസ് ആണോ, പ്രണോദിത കമ്പനാണോ, ഇത് അനുനാദാണോ എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷനും അതേപോലെ തന്നെ റെസനൻസും. ഈ 2 കൺസെപ്റ്റും വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കും, പക്ഷെ ചോദ്യം വരുന്നത് വേറെ രൂപത്തിലായിരിക്കും. ഇപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ, പ്രണോദിത കമ്പനം എന്ന് പറഞ്ഞാൽ, ആ പേരുണ്ട്. മലയാളം മീഡിയക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, പ്രണോദിത കമ്പനം മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോക്കിയാൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ പേരിൽ തന്നെ എന്താണ്, ഫോഴ്സ് കൊടുത്തിട്ട് വൈബ്രേറ്റ് ചെയ്യിക്കുക. അപ്പം ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ ചിത്രം കൊടുത്ത്, എന്താണ്, മിക്സിങ് ഓൺ ആക്കുന്ന സമയത്ത് ഈ മിക്സിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു പലകയുടെ മുകൾ ഭാഗത്ത് വെച്ചില്ല, അപ്പോൾ അതും വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ ഒരു സ്പൂൺ വെച്ചാൽ ആ സ്പൂണും വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ ഒരു കത്തി വെച്ചാൽ ആ കത്തിയും വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചാലോ, പക്ഷേ ഇത് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, ഗ്ലാസും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ കൈയൊക്കെ വൈബ്രേറ്റ് ചെയ്യും. ഇതാണ് നമ്മളൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ റെസനൻസ് അങ്ങനെയല്ല. റെസനൻസ്, അനുനാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനത്തെ ഒരു ചിത്രവും കുറേ ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് പറയുകയാണ്. ഇവിടെ ആക്സോ ബ്ലേഡ് കട്ട് ചെയ്ത് വെച്ചാൽ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോഴത്തേന് എയും സിയും ഇ ഒക്കെ ഒരേ വലുപ്പമാണ്, BDF ഒക്കെ ഒരേ വലുപ്പമാണ്. അപ്പോൾ എനെ മാത്രം ഞാൻ ഇങ്ങനെ ടാപ്പ് ചെയ്തു, തട്ടിന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക, ഇവിടെ സിയും ഇയും എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. എല്ലാതും കമ്പനി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ, ഉണ്ണി എന്നെ നോക്കണ്ട, സൂക്ഷിച്ച് നോക്കണ്ട എന്ന് പറയുന്നില്ലേ പടത്തിൽ. അപ്പോൾ അതേപോലെ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എയും സിയും ഇയും എല്ലാം വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ കൂടിയ ആയതിയിൽ, കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആരൊക്കെ ആയിരിക്കും, എയും സിയും ഇയും. എ സി ഇ എന്ത് ചെയ്യുന്നു, സെയിം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യുന്നു, സെയിം ആംപ്ലിറ്റ്യൂഡിലും സെയിം ഫ്രീക്വൻസിയൊക്കെ ആണെന്ന് ഓർത്ത് വയ്ക്കാം. അങ്ങനെയെങ്കിൽ ഞാനിതൊക്കെ തടസ്സപ്പെടുത്തി നിർത്തി വെച്ചിരിക്കുക. ബി ആണ് ഞാൻ തട്ടുന്ന് വിചാരിക്കുക. ബി ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബിയും ഡിയും എഫും ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് BDF ആണെങ്കിൽ ബിയുടെ തട്ടി കഴിഞ്ഞാൽ ബിയും ഡിയും എഫ് ഇതൊക്കെ ഒരേപോലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ബിയും ഡിയും എഫും ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക് സാറത് എങ്ങനെ മനസ്സിലായില്ല അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിം വലുപ്പത്തിലുള്ളവർക്കൊക്കെ എന്താണ്, സെയിം ഫ്രീക്വൻസി ആയിരിക്കും. അങ്ങനെ സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, റെസനൻസ്, അനുനാദം എന്ന് പറയുക. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതാ ഈ ഒരു വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഞാൻ അവിടെ കാണിച്ചു തരാം. ഇതാ ഈ ഒരു വീഡിയോയിലേക്ക് നോക്കാം. ഈ വീഡിയോ ഇതിൽ കണ്ടില്ലേ, ഇത് മാത്രം എന്ത് ചെയ്യാണ്, ഈ റെഡ് കളറിൽ മാത്രം തട്ടിയപ്പോൾ അത് മാത്രം എല്ലാതും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഇനിയിപ്പോൾ യെല്ലോ തട്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആയതിയിൽ കമ്പനം ചെയ്യുന്നത് ഏതാണ്, യെല്ലോ മാത്രമാണ്. ഇനി എല്ലാം പിടിച്ചിരുത്തി എന്ത് ചെയ്തു, ഗ്രീന് മാത്രം തട്ടുന്നു. അപ്പോൾ ആ വലുത് മാത്രം എന്ത് ചെയ്യും, കൂടിയ ആയതിൽ വൈബ്രേറ്റ്, ബാക്കി ചെറുതൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടി കണ്ടോളൂ, ഒന്നുകൂടി കണ്ടോ. റെഡ് വൈബ്രേറ്റ് ചെയ്തപ്പോൾ റെഡാണ് കൂടുതൽ ആയതിൽ വൈബ്രേറ്റ്, അത് പിടിച്ചിരുത്തി. ഇനി യെല്ലോയെ തട്ടുന്നു. യെല്ലോയെ തട്ടിക്കഴിഞ്ഞാൽ യെല്ലോ എന്ത് ചെയ്യുന്നു, കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നു.
ഇനി അതും പിടിച്ചു നിർത്തി. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, ഗ്രീൻ എന്നുള്ള വലിയ കമ്പീനെ എന്ത് ചെയ്യുന്നു, തട്ടുന്നു. അപ്പൊ അതാണ് കൂടുതൽ ആയതിൽ കമ്പനം ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ കൊടുക്കുന്ന എനർജി ഇങ്ങോട്ട് അയാൾ തട്ടുന്നുണ്ടോ, ഇല്ല. അല്ലാതെ തന്നെ അത് വൈബ്. അപ്പൊ ഇതിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്, ഇതിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്. ഈ യെല്ലോന്റെയും ഫ്രീക്വൻസി സെയിം. അതിനെ നമ്മൾ എന്താ പറയാ, റെസനൻസ് എന്ന് പറയാ, അല്ലെ? അതിനെ നമ്മൾ എന്താ പറയാ, റെസനൻസ്. ഇനി വേറെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുത്താൽ നോക്കിക്കോ. ഈ ചിത്രത്തിലേക്ക് ട്യൂണിംഗ് ഫോർക്ക് അടിച്ചു, അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതെന്ത് ചെയ്യുന്നു, ടേബിളിന്റെ മുകൾ ഭാഗത്ത് വെക്കുന്നു. ടേബിളിന്റെ മുകൾ ഭാഗത്ത് വെച്ചാൽ ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ, കമ്പനം കൊണ്ട് നമ്മൾ ടേബിൾ എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ ടേബിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റൂല, സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ അത് ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുക. ഇതിനെ നമ്മൾ എന്താ പറയുക, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ പഠിക്കേണ്ടത്. എവിടെ പോയി നമ്മൾ സ്ലൈഡ്, ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ റെസണൻസും ഒരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഇതിനെ ബേസിട്ടുള്ള ചോദ്യം നോക്കിയോളൂ. ചോദ്യം വായിച്ചാൽ ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താണ്, വ്യത്യസ്ത നീളമുള്ള ABC എന്ന കമ്പികൾ, അല്ലേ, കണ്ടില്ലേ, ഒരു തടിക്കഷ്ണത്തെ ഉറപ്പിച്ചിരിക്കുന്നു. അതാണ് ചിത്രം തന്നിട്ടില്ല. എന്താണ് കൊടുത്തുള്ളത്, ഇൻ ഫിഗർ ഷോൺ 3 വയർ ABC ഡിഫറെന്റ് ലെങ്ത് ഫിക്സഡ് ടു എ വുഡൻ ബ്ലോക്ക്. വുഡൻ ബ്ലോക്കിൽ എന്ത് ചെയ്തു, ഫിക്സ് ചെയ്ത് വെച്ചു. അതാണ് ചിത്രം. ഇങ്ങോട്ട് കാണുമ്പോഴേക്കും കുട്ടികൾ എന്ത് ചെയ്യുക, റെസനൻസ് ആണ് മനസ്സിൽ വരിക, അനുനാദാണ് മനസ്സിൽ. എന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ട് അയ്യോ ഇത് എങ്ങനെയെന്ന് ചിന്തിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വ്യത്യസ്ത നീളമുള്ള ABC എന്നുള്ള കമ്പികൾ എന്ത് ചെയ്തു, ഒരു തടിക്കഷ്ണത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി തടിക്കഷ്ണത്തെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ, തടിക്കഷ്ണത്തിന് കമ്പനം ചെയ്യിപ്പിക്കുന്നത്, നേരത്തെ പോലെ എയോ ബിയോ സിയോ അല്ല കമ്പനം ചെയ്യിപ്പിക്കുന്നത്, തടിക്കഷ്ണത്തെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ എല്ലാ കമ്പികളും പ്രണോദിത കമ്പനത്തിന് വിധേയമായി. അപ്പൊ ചില കുട്ടികൾ ചോദിക്കും, സാറ് ഇത് അനുനാദല്ലേ, അങ്ങനത്തെ ചിത്രമല്ലേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് കണ്ടില്ല, അപ്പൊ നിങ്ങളെ ട്വിസ്റ്റ് ചെയ്യിക്കുക, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വന്ന. അപ്പൊ എന്താ ചോദ്യം, എന്താണ്, വെൻ ദ വുഡൻ ബ്ലോക്ക് വാസ് വൈബ്രേറ്റഡ് ഓൾ ദ വയർ എന്താണ്, അണ്ടർവെന്റ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓൾ ദ വയർ അണ്ടർവെന്റ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വയറുകളും ഫോഴ്സ്ഡ് വൈബ്രേഷന് വിധേയമായി. കണ്ടില്ലേ? അപ്പൊ ഈ തടിക്കഷ്ണങ്ങൾ ടാപ്പ് ചെയ്തു, തട്ടി. അങ്ങനെയെങ്കിൽ ഈ സിയും ബിയും എയൊക്കെ എന്ത് ചെയ്തു, ഫോഴ്സ്ഡ് വൈബ്രേഷന് വിധേയമായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഒരു എക്സാമ്പിള്, ഇത് ഈ ഒരു തടിക്കഷ്ണം ഒരു 10 ഹെഡ്സ് അല്ലെങ്കിൽ 10 കമ്പനം ചെയ്തു, 10 വൈബ്രേഷൻ വന്നു വിചാരിക്കാം. തടിക്കഷ്ണം 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്താൽ സിയും 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും, ബിയും 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും, എയും 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും. കാരണം എന്താണ്, ഇതൊക്കെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനാണ്. അങ്ങനെ ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടാവണം. തടിക്കഷ്ണത്തെ കമ്പനം ചെയ്യിപ്പിച്ച പ്രണോദ കമ്പനത്തിന് വിധേയമായി ആര്, ABC. അങ്ങനെയെങ്കിൽ കൂടുതൽ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നത് ഏത് തടിക്കഷ്ണമാണെന്നാണ് ചോദ്യം. കാരണം എന്താണ്, വിച്ച് വയർ പീസ് വൈബ്രേറ്റ് വിത്ത് ഹയർ ഫ്രീക്വൻസി. കണ്ടില്ലേ, നമ്മളെ ചോദ്യത്തിൽ ഹയർ ഫ്രീക്വൻസി ഏതാണ്, വാട്ട് ഈസ് ദ റീസൺ എന്നാണ്. അപ്പൊ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും, ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. അതുകൊണ്ട് എന്താണ്, ബിക്ക് ലെങ്ത് കൂടുതലാണ്, അപ്പൊ അതിന് ഫ്രീക്വൻസി കുറവാണ്. സി ലെങ്ത് കുറവ്, അതിന് ഫ്രീക്വൻസി കൂടുതലാണെന്നൊക്കെ അങ്ങനെ അതിരുകടന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇവിടെ. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം, ട്വിസ്റ്റഡ് ചോദ്യം ഞാൻ ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഓണപരീക്ഷ കുറേ കുട്ടികൾ ഇത് തെറ്റിച്ചു. അപ്പൊ ഇനി നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നോക്കിക്കോളൂ, വിച്ച് വയർ വൈബ്രേറ്റ് എന്താണ് വിത്ത് ഹയർ ഫ്രീക്വൻസി എന്ന് ചോദിച്ചാല്, നമ്മളെ ഈ മരക്കഷ്ണാണ് നമ്മൾ തട്ടുന്നത്. മരക്കഷ്ണത്തിന്റെ ഫ്രീക്വൻസി 10 ഹെഡ്സ് ആണെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷനിലായതുകൊണ്ട് ഇതൊക്കെ എത്രയായിരിക്കും, 10 ഹെഡ്സ് തന്നെ ആയിരിക്കും. വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. മരക്കഷ്ണം ഞാൻ തട്ടി, അതിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 20 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മരക്കഷ്ണത്തിൻ്റെ മുകൾ ഭാഗത്താണ് ബാക്കി ABC എന്നുള്ള കഷ്ണങ്ങൾ. അപ്പോൾ അതൊക്കെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അണ്ടർവെന്റ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ അതൊക്കെ എത്രയായിരിക്കും, 20 ഹെഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതിനാണ് ഹയർ ഫ്രീക്വൻസി ചോദിച്ചാൽ നമുക്ക് A ആണോ B ആണോ C ആണോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി, ആവൃത്തി എങ്ങനെയായിരിക്കും, തുല്യമായിരിക്കും. കാരണം എന്താണ്, വാട്ട് ഈസ് ദ കാരണം, എന്താ കാരണം, എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളെ ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ അവിടെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ വയറുകളും ഒരേ ആവൃത്തിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. കാരണം കമ്പികൾ പ്രണോദിത കമ്പനത്തിലാണ്, ഫോഴ്സ്ഡ് വൈബ്രേഷനിലാണ്. അതിനാൽ എല്ലാ കമ്പികളും മരക്കഷ്ണത്തിൻ്റെ സ്വാഭാവിക ആവൃത്തിയിൽ, മരക്കഷ്ണത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണോ അതേ ആവൃത്തിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും തെറ്റിച്ചിരുന്നു.
ഇനി നിങ്ങൾ തെറ്റിക്കോ ഇല്ല. ഇതേപോലത്തെ കടുകെട്ട് ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ 4 പാർട്ടിലൂടെ നമ്മൾ തീർക്കും. അതുകൊണ്ട് ഓരോ പാർട്ടും നിങ്ങൾ വിശദമായിട്ട് കേൾക്കണം, നിർബന്ധമായിട്ട് കേൾക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, അവരൊക്കെ ജോയിൻ ചെയ്യട്ടെ. പ്ലസ് കൂട്ടത്തിൽ ഈ ചാപ്റ്ററുകളൊക്കെ വിശദമായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടുവായിട്ട് പൊളിയായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്ന് തന്നെ ഇത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, പെട്ടെന്ന് നമ്മൾ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്, അപ്പോൾ പെട്ടെന്ന് ചെയ്തോളൂ. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ്? ബി എന്ന കമ്പി 100 കമ്പനങ്ങൾക്ക് 1 സെക്കൻഡ് സമയം എടുത്തെങ്കിൽ അതിന്റെ പീരീഡ് എത്രയായിരിക്കും? എന്താണ് ചോദ്യം? എന്താണ്? ഇഫ് വയർ ബി ആണ്, 1 സെക്കൻഡിൽ 100 വൈബ്രേഷൻ. വയർ ബി എന്ത് ചെയ്തു? 1 സെക്കൻഡിൽ 100 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്തു. 1 സെക്കൻഡിൽ 100 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് പീരിയഡാണ് കണ്ടെത്തേണ്ടത്. പീരിയഡ് കണ്ടെത്താൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ബി ക്വസ്റ്റിന്റെ പീരിയഡ് കണ്ടെത്താൻ ക്യാപിറ്റൽ ടി, പേനത്തെ മഷയൊക്കെ തീർന്നു, ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ അല്ലേ, സ്മോളറ്റ് ടി ബൈ എൻ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോളറ്റ് ടി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈബ്രേഷൻ, കമ്പനങ്ങളുടെ എണ്ണം 100 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എന്താണ്? സ്മോളറ്റ് ടി പറഞ്ഞാൽ 1 കമ്പനങ്ങളുടെ 100, 1/100 എന്ന താഴെ 2 0, അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തുക, അപ്പോൾ 0.01 സെക്കൻഡ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫോഴ്സ് വൈബ്രേഷനും റെസനൻസിനെയും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഴ്സ് വൈബ്രേഷൻ റെസനൻസിൻ്റെ ഒക്കെ ഡെഫിനേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ തവണ വായിച്ചൊക്കെ പഠിച്ചു വെക്കണം, നല്ലതാണ്. പ്ലസ് കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും പഠിക്കാൻ സുഖമുള്ള ഒരു 3 പോയിന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്യണം. ഇതൊരു ഹോംവർക്കാണ്. എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസനൻസ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മിനിമം ഒരു 3 എണ്ണങ്ങൾ പഠിച്ചു വെക്കണം. ആ 3 എണ്ണം ഈ ക്ലാസ് കണ്ടതിന് ശേഷം താഴെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാൽ ഒറ്റ തവണ ടൈപ്പ് ചെയ്യുന്നതോട് കൂടി അത് പഠിച്ചു. അതിന് വേണ്ടിയിട്ടാണ്. പ്ലസ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ താഴെ എന്ത് ചെയ്യുക, ഏതൊക്കെ ഏരിയ ഇനി പഠിപ്പിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ബുദ്ധിമുട്ടുള്ള അതൊക്കെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതൊക്കെ നിങ്ങൾക്ക് എടുത്തുതരും. പ്ലസ് അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നല്ല സന്തോഷത്തോടെ ആത്മാർത്ഥത്തോടു കൂടി നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പ്ലസ് കൂട്ടത്തിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ മക്കളെ പറയുന്നു, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ നേരെ സൈലം ഫാമിലിയിലേക്ക് വന്നോളൂ. അസ്ത്ര ബാച്ച് ഇവിടെ ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ്, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിടുവായിട്ട് പുളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാം. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുമായി ഞാൻ നെക്സ്റ്റ് ഈ ചാപ്റ്റർ നമ്മൾ തൂക്കുമെന്ന 3ാമത്തെ പാർട്ടിലേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പ്ലസ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അതിനോടൊപ്പം തന്നെ ഈ ഹോംവർക്കിൻ്റെ ആൻസർ ആരൊക്കെയാണ് ടൈപ്പ് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ നോക്കും, സെറ്റാക്കാം. അപ്പോൾ എന്താ, നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.